Hello, welcome to Rich Short Talks. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഒരു വിശകലനം നാളത്തെ ദിവസത്തേക്കാണ്. അതായത് 2025 ഒക്ടോബർ 16. നിഫ്റ്റി 50യുടെ ഒരു ട്രേഡ് പ്ലാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോ അതിന്റെ പ്രധാന ഭാഗങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇതിലെ നിർണായക വിവരങ്ങൾ എന്തൊക്കെയാണ്? വിപണിയിലെ സാധ്യതകളെക്കുറിച്ച് ഈ പ്ലാൻ എന്താണ് പറയുന്നത്? ഇതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. ഓക്കെ. ലക്ഷ്യം സിമ്പിളാണ്. ഈ പ്ലാനിലെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി നാളത്തെ മാർക്കറ്റിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ നൽകുക. ശരി, അപ്പോൾ കാര്യങ്ങളിലേക്ക് കടക്കാം, അല്ലേ? തീർച്ചയായും. ഇത് നിങ്ങൾ സ്ഥിരമായി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിലും ഈ ട്രേഡ് പ്ലാനുകളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശരിയാണ്. അന്നത്തെ സാധ്യതകൾ, ട്രേഡർമാർ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഈ പ്ലാനിൽ തന്നെ ശ്രദ്ധിക്കാം. ഇതിലെ വിവരങ്ങൾ എങ്ങനെ നോക്കിക്കാണാം, അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്താവാം എന്നൊക്കെ നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഈ പ്ലാനിലെ മാർക്കറ്റ് അവലോകനം. അതിലെന്താ പറയുന്നത്? നിലവിലെ വില 25,323. അങ്ങനെയാണ് പ്ലാനില്. പിന്നെ ട്രെൻഡ് അതൊരു സൈഡ് വേസ് ടു ബുള്ളിഷ് രീതിയിലാണെന്നാണ്. സൈഡ് വേസ് ടു ബുള്ളിഷ്. അതെ. അതിന്റെ അർത്ഥം എന്തായിരിക്കും? മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ഒരു ചായ്വുണ്ട്, പക്ഷെ ഒരു റേഞ്ചിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ്, അല്ലേ? ഒരു വ്യക്തമായ മുന്നേറ്റം കാണുന്നില്ല. അതെ. അതായത് മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലാണ്. കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു പരിധിക്കുള്ളിൽ ഇങ്ങനെ നിൽക്കുന്നു. മുകളിലേക്കോ താഴേക്കോ ഒരു ക്ലിയർ ഡയറക്ഷൻ ഇല്ല. വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ ഒരു താൽക്കാലിക ബാലൻസിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. പ്ലാനിൽ പറയുന്നത് പോലെ 25,050 നിന്ന് നല്ലൊരു തിരിച്ചുവരവ് നമ്മൾ കണ്ടതാണ്. ശരിയാണ്. അതിന്റെ അടുത്താണ് ഇങ്ങനെ ശക്തി സംഭരിക്കാൻ നോക്കുന്നത്. ഇവിടെ ഒരു പ്രധാന കാര്യം പ്ലാനിൽ പറയുന്നുണ്ട്. ഈ റെസിസ്റ്റൻസ് സോണിന്റെ അടുത്ത് ട്രേഡിംഗ് വോളിയം, അതായത് വ്യാപാരത്തിന്റെ അളവ് മോഡറേറ്റ് ടു ഹൈ ആണെന്നാണ്. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതൊരു പ്രധാന പോയിന്റാണ്. സാധാരണ റെസിസ്റ്റൻസ് സോണിന്റെ അടുത്ത് വോളിയം കൂടുന്നത് പലപ്പോഴും അർത്ഥമാക്കുന്നത് ആ ഉയർന്ന വിലകളിൽ വിൽക്കാൻ ആൾക്കാർ റെഡിയായി നിൽക്കുന്നു എന്നാണ്. ഓഹോ. അതായത് ചിലപ്പോ താഴെ നിന്ന് വാങ്ങിയവർ ലാഭമെടുക്കാൻ നോക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇനിയിപ്പോ ഇതിനു മുകളിലേക്ക് പോകില്ല എന്ന് കരുതുന്നവർ വിൽക്കാൻ തുടങ്ങുന്നുണ്ടാവാം. ശരി. 25,050 നിന്നുള്ള ആ ഒരു കയറ്റത്തിന് ശേഷം വില ഒരു തടസ്സത്തിന്റെ അടുത്ത് എത്തുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് കാണുന്ന ഒന്നാണ്. ഇത് മുകളിലേക്ക് പോകാൻ നോക്കുന്ന ബുള്ളുകൾക്ക്, അതായത് വാങ്ങുന്നവർക്ക് ഒരു വെല്ലുവിളിയാണ്. ഈ റെസിസ്റ്റൻസ് കടന്നു പോകണമെങ്കിൽ കുറച്ചുകൂടി പവർ വേണം. അതായത് നല്ല വാങ്ങൽ താൽപ്പര്യവും നല്ല വോളിയവും ചിലപ്പോൾ ആവശ്യമായി വരും എന്നൊരു സൂചന തരുന്നുണ്ടത്. മനസ്സിലായി. അപ്പോ ഈയൊരു സാഹചര്യത്തില് പ്ലാനിൽ പറയുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഈ കീ ലെവൽസ്, നമുക്കതിനെ തറയും മേൽക്കൂരയെന്നൊക്കെ പറയാറില്ലേ, അതുപോലെ. ശരിയാണ്. ഈ ലെവലുകളാണ് ശരിക്കും പ്ലാനിന്റെ ഒരു കാതൽ എന്ന് പറയാം. അപ്പൊ മുകളിലുള്ള തടസ്സങ്ങൾ, റെസിസ്റ്റൻസ്, നമ്മുടെ മേൽക്കൂര. ഒന്നാമത്തത് റെസിസ്റ്റൻസ് 1 അഥവാ R1. അത് 25,350 തൊട്ട് 25,400 വരെയാണ്. ഇതൊരു സ്ട്രോങ് സപ്ലൈ സോൺ ആണെന്നാണ് പ്ലാൻ പറയുന്നത്. സപ്ലൈ സോൺ? അതെ. സപ്ലൈ സോൺ എന്ന് വെച്ചാൽ മുമ്പ് വില ഈ ലെവലിൽ എത്തിയപ്പോ അവിടെ വിൽക്കാനാണ് കൂടുതൽ ആൾക്കാർക്ക് താൽപ്പര്യമുണ്ടായിരുന്നത്. അത് വിലയെ താഴേക്ക് തള്ളി. ഓക്കെ. അപ്പൊ സ്വാഭാവികമായും ഈ സോണിലെത്തുമ്പോൾ വീണ്ടും ഒരു വിൽപ്പനയുടെ പ്രഷർ വരാം. പ്ലാനിൽ ഇതിന് പ്രീവിയസ് സ്വിംഗ് ഹൈ എന്നും പറയുന്നുണ്ട്. അതായത് മുമ്പ് വില കൂടി എന്നിട്ട് താഴേക്ക് തിരിഞ്ഞ പോയിന്റ്. സ്വിംഗ് ഹൈ, റൈറ്റ്. ഇനി രണ്ടാമത്തെ റെസിസ്റ്റൻസ് R2. അത് 25,470 തൊട്ട് 25,500 വരെ. ഒരുപക്ഷേ ഈ ആദ്യത്തെ തടസ്സം R1 ഭേദിച്ച് 25,400 മുകളിൽ വില സ്റ്റേബിളായി നിന്നാൽ അടുത്ത ലക്ഷ്യം വെക്കാവുന്ന ഒരു ലെവലാണിത്. ഓക്കെ. അപ്പോ താഴെയുള്ള താങ്ങുകൾ, സപ്പോർട്ട് ലെവൽസ്, നമ്മുടെ തറ. താഴെയുള്ളത് സപ്പോർട്ട്. ഒന്നാമത്തേത് S1 25,200 തൊട്ട് 25,250 വരെ. ഇത് തൊട്ടടുത്തുള്ള ഡിമാൻഡ് സോൺ ആണെന്നാ പറയുന്നത്. ഡിമാൻഡ് സോൺ എന്ന് വെച്ചാൽ മുമ്പ് ഈ വിലകളിലെത്തിയപ്പോൾ വാങ്ങാൻ ആൾക്കാർ താൽപ്പര്യം കാണിച്ചിരുന്നു. അത് വിലയെ മുകളിലേക്ക് പോകാൻ സഹായിച്ചു. അപ്പോ ഇവിടെ എത്തുമ്പോ വീണ്ടും വാങ്ങുന്നവർ സജീവമാവാൻ സാധ്യതയുണ്ട്.
ഒരു താങ്ങായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ശരി. രണ്ടാമത്തത് S2, 25,050 തൊട്ട് 25,100 വരെ. ഇത് കുറച്ചുകൂടി ശക്തമായ സപ്പോർട്ടാണെന്നാണ് പ്ലാൻ പറയുന്നത്. എന്തുകൊണ്ടാണത് ശക്തമാകുന്നത്? കാരണം പ്ലാൻ തന്നെ പറയുന്നുണ്ടല്ലോ, മുമ്പ് മാർക്കറ്റ് വ്യക്തമായി തിരിഞ്ഞു കയറിയത്, ആ വലിയൊരു ബൗൺസ് വന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. 25,050 നിന്ന് തിരിച്ചു കയറിയതുകൊണ്ട്. അതെ. അപ്പൊ ആ ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ആ ലെവലിന് പ്രാധാന്യം കൂടുതലാണ്. ഇനി മൂന്നാമതൊരെണ്ണം കൂടിയുണ്ട്, S3, 24,600 തൊട്ട് 24,650 വരെ. ഇത് കുറച്ചുകൂടി താഴെയാണ്. ഇനിയിപ്പോ വലിയൊരു വിൽപ്പന വന്നാൽ വിലയ്ക്ക് താഴേക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാന ഡിമാൻഡ് സോണാണിത്, ഒരു മേജർ സപ്പോർട്ട്. ഓക്കെ, മനസ്സിലായി. ഈ ലെവലുകളൊക്കെ വെറും നമ്പറുകളല്ല. ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സിഗ്നലുകളാണ്. എവിടെ എൻട്രി എടുക്കാം, എവിടെ ടാർഗറ്റ് വെക്കാം, ഇനി നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റിയാൽ എവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് നഷ്ടം കുറയ്ക്കാം. ശരിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഈ ലെവലുകളെ സഹായിക്കും. പ്ലാനില് തൊട്ടടുത്തുള്ള ശക്തമായ, പ്രധാനപ്പെട്ട എന്നൊക്കെ പറയുന്നില്ലേ? ശ്രദ്ധിച്ചു. ഓരോ ലെവലിനും അതിൻ്റെതായ ഒരു വെയിറ്റേജ് ഉണ്ട്. S1 തൊട്ടടുത്തുള്ള സപ്പോർട്ടാണ്. ചെറിയ ഇറക്കങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ഒരു താങ്ങ് കിട്ടും. പക്ഷേ S2 ശക്തമാണ്. കാരണം അവിടെ നിന്നാണ് മുമ്പ് നല്ലൊരു തിരിഞ്ഞു കയറ്റമുണ്ടായത്. ഈ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതെ. അപ്പോൾ ഈ ലെവലുകളൊക്കെ വെച്ചിട്ട് ലാഭമുണ്ടാക്കാൻ സാധ്യതയുള്ള 2 സാഹചര്യങ്ങൾ പ്ലാൻ പറയുന്നുണ്ട്, അല്ലേ? ഒന്ന്, മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ബുള്ളിഷ് സെറ്റപ്പ്. അതെ. അതിലെന്താണ് പറയുന്നത്? ഇവിടെയായിരിക്കും കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ശരിയാണ്. ബുള്ളിഷ് സെറ്റപ്പ്, അതായത് ലോങ് പോകാനുള്ള സാധ്യത. പ്ലാൻ പറയുന്നത് ഇങ്ങനെയാണ്: എൻട്രി 25,360 എന്ന ലെവലിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വാങ്ങാം. 25,360. അത് നമ്മൾ നേരത്തെ പറഞ്ഞ R1 സോണിന് തൊട്ടു മുകളിലാണല്ലേ? 25,350 400 സോണിന് മുകളിൽ. അതെ, കറക്റ്റ്. ആ തടസ്സം ശരിക്കും ഭേദിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ആ ലെവൽ. വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് തിരിച്ചു പോരാതെ അതിനു മുകളിൽ ക്ലോസ് ചെയ്യണം. നല്ല വോളിയം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ. അപ്പോൾ ടാർഗറ്റുകൾ, ലക്ഷ്യങ്ങൾ: ആദ്യത്തേത് T1 25,430, രണ്ടാമത്തേത് T2 25,500. ഈ രണ്ടാമത്തെ ടാർഗറ്റ് 25,500 നമ്മൾ പറഞ്ഞ R2 റെസിസ്റ്റൻസ് സോണിന്റെ 25,470 500-ന് അടുത്താണ്. ശരി. സ്റ്റോപ്പ് ലോസ്? സ്റ്റോപ്പ് ലോസ് 25,300-ന് താഴെ. അതായത് വാങ്ങിയ ശേഷം വില താഴേക്ക് വന്ന് 25,300 ബ്രേക്ക് ചെയ്താൽ ചെറിയ നഷ്ടത്തിൽ ആ ട്രേഡ് ക്ലോസ് ചെയ്യണം. ഓക്കെ. ഇതിന്റെ പിന്നിലെ കാരണം എന്താണ് പ്ലാൻ പറയുന്നത്? റാഷണൽ. കാരണം സിമ്പിളാണ്. ആ റെസിസ്റ്റൻസ് സോൺ R1 ഭേദിച്ച് മുകളിലേക്കൊരു ബ്രേക്കൌട്ട് സംഭവിക്കുകയാണ്. ഇതൊരു കണ്ടിന്യൂവേഷൻ ആകാം. അതായത് വില ആ തടസ്സവും കടന്ന് മുകളിലേക്കുള്ള യാത്ര തുടരാൻ സാധ്യതയുണ്ട്. ഇതിന് നല്ല വോളിയം ഉണ്ടെങ്കിൽ ആ ബ്രേക്കൌട്ടിന് കൂടുതൽ ഉറപ്പുണ്ടാവും. ഈ ബുള്ളിഷ് സെറ്റപ്പിലെ ഒരു റിസ്ക് റിവാർഡ് എങ്ങനെ വരും ഏകദേശം? നല്ല ചോദ്യമാണ്. എൻട്രി 25,360, സ്റ്റോപ്പ് ലോസ് 25,300. അപ്പൊ റിസ്ക് ഏകദേശം 60 പോയിന്റ്. ശരി. ആദ്യ ടാർഗറ്റ് 25,430 ആണെങ്കിൽ റിവാർഡ് 70 പോയിന്റ്, ഏകദേശം 1.1-ന് മുകളിൽ വരും. രണ്ടാമത്തെ ടാർഗറ്റ് 25,500 ആണെങ്കിൽ റിവാർഡ് 140 പോയിന്റ്, അത് ഏകദേശം 1.2.3 വരും. പൊതുവെ ട്രേഡർമാർ റിസ്കിനേക്കാൾ കൂടുതൽ റിവാർഡ് പൊട്ടൻഷ്യലുള്ള സെറ്റപ്പുകളാണ് നോക്കാറ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ നല്ല വോള്യം എന്ന കണ്ടീഷനാണ്. അത് പ്രധാനമാണ്. വോള്യം ഇല്ലാതെയാണ് ബ്രേക്കൌട്ട് എങ്കിൽ അത് ചിലപ്പോൾ ഒരു ഫേക്ക് ഔട്ട് ആകാം. വില പെട്ടെന്ന് തിരിച്ചു താഴേക്ക് വരാം. നല്ല വോള്യം ഉണ്ടെങ്കിൽ ആ നീക്കത്തിനു പിന്നിൽ ശരിക്കുള്ള വാങ്ങൽ താൽപ്പര്യമുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ഓക്കെ. ഇനി മറ്റേ സാഹചര്യം നോക്കാം. മാർക്കറ്റ് താഴേക്ക് പോകാനാണ് സാധ്യതയെങ്കിൽ ബെയറിഷ് സെറ്റപ്പ് അഥവാ ഷോർട്ട് സെൽ? അതെ. ബെയറിഷ് സെറ്റപ്പ് പ്ലാൻ പറയുന്നത് ഇങ്ങനെ: എൻട്രി 25,200 എന്ന ലെവലിന് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട് ചെയ്യാം. 25,200 അത് നമ്മൾ പറഞ്ഞ S1 സപ്പോർട്ട് സോണിന്റെ 27,200 to 250 താഴത്തെ ലെവലാണ്, അല്ലേ? അതെ. ആ ആദ്യത്തെ താങ്ങ് നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ.
ടാർഗറ്റുകൾ. ലക്ഷ്യങ്ങൾ: ആദ്യത്തേത് T1 25,100, രണ്ടാമത്തേത് T2 25,050. ഇവിടെ നോക്കൂ, ഈ ടാർഗറ്റുകൾ നമ്മൾ ശക്തമായ സപ്പോർട്ട് എന്ന് പറഞ്ഞ S2 സോണുമായി 25,050 to 100 എങ്ങനെ ഒത്തുവരുന്നുവെന്ന്. ശരിയാണ്. കറക്റ്റ് ആ സോണിലേക്കാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസോ? സ്റ്റോപ്പ് ലോസ് 25,270 മുകളിൽ. അതായത് ഷോർട്ട് ചെയ്ത ശേഷം വില തിരിച്ചു കയറി 25,270 മുകളിൽ പോയാൽ നഷ്ടം സഹിച്ച് പുറത്തു കടക്കണം. ഇതിന്റെ കാരണം? റാഷണൽ എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത സപ്പോർട്ട് ലെവലായ S1ൽ നിന്നുള്ള ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ നടക്കുന്നത്. ബ്രേക്ക് ഡൗൺ? അതെ, താങ്ങുവില തകർത്ത് താഴേക്ക് പോകുന്നത്. ഇതും നല്ല വോള്യത്തോടെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇൻട്രാഡേയിൽ മാർക്കറ്റ് ബേറിഷ് ആകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പ്ലാൻ പറയുന്നു. എന്തുകൊണ്ടാണ് ഈ S1 സോൺ, അതായത് 25,200-280 സോൺ താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നത് ഇത്ര പ്രധാനമായിട്ട് കാണുന്നത്? കാരണം അത് തൊട്ടടുത്തുള്ളൊരു സപ്പോർട്ടാണ്. ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയാം. ശരി. ആ ഒരു താങ്ങ് നഷ്ടപ്പെട്ടാൽ പിന്നെ വിലയ്ക്ക് താഴേക്കു പോകാൻ അടുത്ത പ്രധാന തടസ്സം വരുന്നത് S2 സോണിലാണ്, 25,050-100 റേഞ്ചില്. അതിനിടയ്ക്ക് ഏകദേശം 100-150 പോയിന്റിന്റെ ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ബ്രേക്ക് ഡൗൺ ഒരു പ്രധാന സിഗ്നലായി കാണുന്നതും ടാർഗറ്റുകൾ S2ലേക്ക് വെക്കുന്നതും. ഇവിടെയും വോള്യം നിർണായകമാണ്. നല്ല വോള്യത്തിലുള്ള ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ആ നീക്കത്തിന് കൂടുതൽ കൺവിക്ഷൻ ഉണ്ടാവും. വോള്യം കുറവാണെങ്കിൽ ചിലപ്പോൾ അതൊരു ട്രാപ്പ് ആകാം, തിരിച്ചു കയറാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധ്യതകള്, മുകളിലേക്കുള്ള ബ്രേക്കൌട്ടും താഴേക്കുള്ള ബ്രേക്ക് ഡൗണും, ഇതിനിടയിലൊരു അവസ്ഥയില്ലേ? എങ്ങോട്ട് പോകണമെന്നൊരു തീരുമാനമാകാത്ത അവസ്ഥ. ന്യൂട്രൽ സോൺ അല്ലെങ്കിൽ നോ ട്രേഡ് സോൺ എന്നൊക്കെ പറയാം. അത് 25,250-നും 25,340-നും ഇടയിലുള്ള റേഞ്ചാണ്. അതായത് S1ന്റെ മുകൾ ഭാഗത്തിനും R1ന്റെ താഴ്ഭാഗത്തിനും ഇടയിൽ. അതെ, കറക്റ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ ട്രേഡ് ചെയ്യരുതെന്ന് പറയുന്നത്? കാരണം സിമ്പിളാണ്. ഈ സോണിനുള്ളിൽ വിലയ്ക്കൊരു വ്യക്തമായ ദിശയുണ്ടാകണമെന്നില്ല. ചിലപ്പോൾ മുകളിലെ റെസിസ്റ്റൻസിൽ തട്ടി താഴോട്ട് വരും, താഴെയുള്ള സപ്പോർട്ടിൽ തട്ടി മുകളിലേക്ക് പോകും. ഇങ്ങനെ ചാഞ്ചാടി നിൽക്കാൻ സാധ്യതയുണ്ട്. ചോപ്പി പ്രൈസ് ആക്ഷൻ എന്ന് പറയും. അപ്പോ ഇവിടെ കയറി ട്രേഡ് എടുത്താൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ചെറിയ മൂവ്മെന്റ് പോലും ചിലപ്പോൾ നമ്മുടെ എൻട്രിക്കെതിരെ വരാം. ശരി. വരെ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പ്ലാൻ പറയുന്നത്. ഇവിടെ കുറച്ച് ക്ഷമ കാണിക്കണം. വളരെ പ്രധാനം. അപ്പോൾ ഈ ഒക്ടോബർ 16ലേക്കുള്ള പ്ലാനിന്റെ ഒരു മൊത്തത്തിലുള്ള ചായ്വ് അഥവാ ബയാസ് എന്തായിരിക്കും? ബുള്ളിഷ് ആണോ അതോ ബെയറിഷ് ആണോ? പ്ലാൻ മൊത്തത്തിൽ വായിക്കുമ്പോൾ കിട്ടുന്നൊരു സൂചന അതൊരു കോഷ്യസ്ലി ഓപ്റ്റിമിസ്റ്റിക് നിലപാടാണ്. ശ്രദ്ധയോടെയുള്ള ശുഭാപ്തി വിശ്വാസം. അതെ, ഏകദേശം അങ്ങനെ പറയാം. കാരണം 25,050-ൽ നിന്ന് നല്ലൊരു തിരിച്ചുവരവ് നടത്തിയതുകൊണ്ട് അടിസ്ഥാനപരമായി ഒരു ബുള്ളിഷ് ശക്തിയുണ്ടെന്ന് പ്ലാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം വില ഇപ്പോൾ ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണിന്റെ 25,350-400-ന് തൊട്ടടുത്താണ്. അപ്പൊ കണ്ണുമടച്ചു വാങ്ങാൻ നിൽക്കരുത്. അടുത്ത വലിയ ഒരു നീക്കത്തിന് മുൻപ് പക്ഷെ ഒരു പിൻവാങ്ങൽ, അതായത് ഒരു പുൾ ബാക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി നേരം ഈ റേഞ്ചിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ ബ്രേക്ക്ഔട്ട് ലെവലും 25,360 മുകളിൽ, ബ്രേക്ക് ഡൗൺ ലെവലും 25,200 താഴെ ഇത്ര പ്രധാനമായിട്ട് പ്ലാൻ എടുത്ത് പറയുന്നത്. ആ ലെവലുകൾ കടക്കുമ്പോഴേ മാർക്കറ്റിന്റെ അടുത്ത ഇന്റൻഷൻ കുറച്ചുകൂടി ക്ലിയർ ആകൂ. ഈ വിവരങ്ങളൊക്കെ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാനിന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണ്? ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്ട്രക്ചർ തരുന്നു എന്നതാണ്. ഒരു ഘടന. മാർക്കറ്റ് എപ്പോഴും അൺസർട്ടൻ ആണ്, എന്തും സംഭവിക്കാം. ശരിയാണ്. പക്ഷേ കയ്യിലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്താലും, മുകളിലേക്ക് പോയാലും താഴേക്ക് വന്നാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ റേഞ്ചിൽ നിന്നാലും എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ടാകും. ഈ പ്ലാൻ ക്ലീൻ എൻട്രി പോയിന്റ് പറയുന്നു, ടാർഗറ്റ് പറയുന്നു, സ്റ്റോപ്പ് ലോസ് പറയുന്നു, എപ്പോ മാറി നിൽക്കണമെന്നും പറയുന്നു. ഇത് നമ്മുടെ ഇമോഷണൽ ഡിസിഷൻസ് കുറയ്ക്കാൻ സഹായിക്കും. പക്ഷെ ഓർക്കണം, ഇതൊരു ഗൈഡ് മാത്രമാണ്, ഇതൊരു പ്രഡിക്ഷൻ അല്ല. എന്നാലും ഒരു നല്ല ഗൈഡ് ഉണ്ടെങ്കിൽ യാത്ര കുറച്ചുകൂടി എളുപ്പമാകും. നന്നായി പറഞ്ഞു. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയിലെ പ്രധാന പോയിന്റുകൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാം. ശരി. 1.
നിഫ്റ്റി ഇപ്പോൾ ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണായ 25,350 400-ന്റെ അടുത്ത് കൺസോൾഡേറ്റ് ചെയ്യുന്നു. അവിടുത്തെ കൂടിയ വോളിയം ഒരു പക്ഷേ വിൽപ്പനയുടെ സൂചനയാകാം. അതെ. 2. നാളേക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ. മുകളിൽ R1 25,350 400, R2 25,470 500, താഴെ S1 25,200 250, S2 25,050 100. 3. മുകളിലേക്ക് പോകണമെങ്കിൽ 25,360-ന് മുകളിൽ ഒരു ബ്രേക്കൌട്ട് വേണം. താഴേക്ക് പോകണമെങ്കിൽ 25,200-ന് താഴെ ഒരു ബ്രേക്ക് ഡൗൺ ഉറപ്പാക്കണം. ഈ നീക്കങ്ങൾക്ക് വോളിയം സപ്പോർട്ട് വളരെ പ്രധാനമാണ്. ശരിയാണ്. 4. 25,250-നും 25,340-നും ഇടയിൽ S1 R1 ഇടയിൽ മാർക്കറ്റ് ചോപ്പിയാകാൻ സാധ്യതയുണ്ട്. അവിടെ ട്രേഡിംഗ് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഓക്കേ. 5. മൊത്തത്തിലുള്ളൊരു ബയാസ് ബുള്ളിഷ് ശക്തി ഉണ്ടെങ്കിലും റെസിസ്റ്റൻസിനടുത്ത് ഒരു ജാഗ്രത വേണം. വളരെ കൃത്യമായി പറഞ്ഞു. ഈ പ്ലാൻ നാളത്തേക്കുള്ളൊരു രൂപരേഖ തരുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. മാർക്കറ്റ് അതെപ്പോഴും അപ്രതീക്ഷിതമായി പെരുമാറാം. ശരിയാണ്. പ്ലാനിലെ ലെവലുകൾ എപ്പോഴും അതുപോലെ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഈ പ്ലാൻ ഒരു ബേസായിട്ട് വെച്ചുകൊണ്ട് റിയൽ ടൈം മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഈ പ്രധാന ലെവലുകളിലൊക്കെ എത്തുമ്പോൾ വിലയുടെ മൂവ്മെന്റ് എങ്ങനെയാണ്? പ്രൈസ് ആക്ഷൻ അത് ഫാസ്റ്റ് ആണോ സ്ലോ ആണോ? ആ സമയത്തെ വോളിയം എങ്ങനെയാണ്? ഈ ലൈവ് ഒബ്സർവേഷൻസ് ചിലപ്പോൾ പ്ലാനിൽ പറയാത്ത ചില സൂക്ഷ്മമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതും അത് ഫോളോ ചെയ്യുന്നതും പോലെ തന്നെ പ്രധാനമാണ് ആ മാറുന്ന മാർക്കറ്റ് കണ്ടീഷൻസിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതും. ഈ പ്ലാൻ ഒരു റോഡ് മാപ്പ് ആണെങ്കിൽ ശരിക്കുള്ള ഡ്രൈവിംഗ് നിങ്ങളാണ് ചെയ്യേണ്ടത്. ശരിയാണ്. ആ ഒരു നിമിഷത്തിലെ മാർക്കറ്റിന്റെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ പ്ലാനിനപ്പുറം നിങ്ങൾക്ക് എന്ത് സാധ്യതകളാണ് തുറന്നു തരുന്നത് അതൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. വളരെ നല്ലൊരു ചിന്തയാണ്. ഈ വിശദമായ വിശകലനത്തിന് ഒരുപാട് നന്ദി. ഈ ട്രേഡ് പ്ലാൻ അനാലിസിസ് നിങ്ങൾക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.